ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സിബിൻ ജോസഫ്. എല്ലാ ചങ്ക് മച്ചന്മാർക്കും എസ് ടെക്കിനായിട്ട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ ഒരു ചെറിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം, പിന്നെ അധികം പൈസ ചിലവൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ എന്ന വീഡിയോ വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ചാർട്ട് പേപ്പറാണ്. അത് ഏത് കളറായാലും കുഴപ്പമില്ല. നമ്മളിനി അതൊരു കോൺ ഷേപ്പിലൊന്ന് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെക്കുക. പിന്നെ അതിൻ്റെ അടിഭാഗം കറക്റ്റ് റൗണ്ടിലായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പാക്കി എടുക്കുക. അടുത്തതായി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഡെക്കറേഷൻ മാലയാണ്. ഇത് നമ്മൾ ക്രിസ്മസ് ട്രീയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാലയാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ കോണിൻ്റെ മുകൾ ഭാഗം തൊട്ട് താഴെ വരെ ഒന്ന് ചുറ്റിയെടുക്കണം. അടുത്ത നമ്മൾ ന്യൂസ് പേപ്പർ കൊണ്ട് ഒരു ചെറിയ കോണുണ്ടാക്കി ക്രിസ്മസ് ട്രീയുടെ ഉള്ളിൽ വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ക്രിസ്മസ് ട്രീ പിടിക്കുമ്പം ചിലപ്പം ആ ചാർട്ട് പേപ്പർ മടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബലത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ന്യൂസ് പേപ്പർ കൊണ്ട് ഒരു കോണുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. അടുത്തതായി നമ്മളൊരു കാർഡ്ബോർഡ് പേപ്പർ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ക്രിസ്മസ് ട്രീയുടെ അടിഭാഗത്ത് കറക്റ്റ് ടൈറ്റായിട്ട് തന്നെ കയറി നിൽക്കുന്ന വലുപ്പത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു കമ്പ് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ കാർഡ്ബോർഡ് പേപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ കറക്റ്റ് ടൈറ്റായിട്ട് തന്നെ അവിടെ കയറി നിൽപ്പുണ്ട്. അടുത്തായിട്ട് നമ്മുടെ കാർഡ്ബോർഡ് പേപ്പറിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു ഹോൾ ഇടുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ ഹോളിലേക്ക് ഒരു കമ്പ് കയറ്റി ടൈറ്റാക്കി നിർത്തണം. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് പഴയ ന്യൂസ് പേപ്പറുകൾ എടുത്തിട്ട് അതൊന്ന് ചുരുട്ടി ഏകദേശം റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. അത് ബോൾ പോലെ നമ്മളൊന്ന് ആക്കിയെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനാണ്. അടുത്തതായി നമ്മൾ എടുത്തേക്കുന്ന ഒരു ഗിഫ്റ്റ് പേപ്പറാണ്. ഇനി നമ്മൾ ഈ ഗിഫ്റ്റ് പേപ്പറിനകത്ത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ബോൾ വെച്ച് നോക്കണം. എന്നിട്ട് കറക്റ്റ് സൈസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് പൊതിഞ്ഞ് നമ്മൾ ക്രിസ്മസ് ട്രീ തൂക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 10 എണ്ണമൊക്കെ മതി. നമ്മൾ ക്രിസ്മസ് ട്രീ വെക്കുമ്പോൾ തന്നെ ക്രിസ്മസ് ട്രീ കാണാൻ നല്ല ലുക്ക് ഉണ്ടാവും. അടുത്തായിട്ട് നമ്മൾ കാർഡ്ബോർഡ് പേപ്പറും ചാർട്ട് പേപ്പറും നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെക്കുക. ഇല്ല ചിലപ്പോൾ നമ്മൾ പിടിക്കുമ്പം ആ ചാർട്ട് പേപ്പർ അങ്ങ് ഊരി പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സൂപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് അത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായി നമ്മളൊരു പഴയ കാർഡ്ബോർഡ് ബോക്സാണ് എടുത്തേക്കുന്നത്. ഇത് മിഠായികളുടെയൊക്കെ കൊണ്ടുവരുന്ന ആ ബോക്സാണ് നമ്മളിപ്പോൾ ചൂസ് ചെയ്തേക്കുന്നത്. അതിപ്പോൾ നമ്മൾ ജസ്റ്റ് ചാർട്ട് പേപ്പറൊക്കെ ഒട്ടിച്ച് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ പ്ലസ് കാണുന്ന ഭാഗത്തായിട്ട് നമ്മളൊരു ചെറിയ ഹോൾ ഉണ്ടാക്കണം. അതായത് ആ ക്രിസ്മസ് ട്രീയുടെ ആ കമ്പ് അതിൻ്റെ ഉള്ളിൽ ടൈറ്റായിട്ട് നിൽക്കുന്ന പോലെ ആയിരിക്കണം നമ്മൾ ഹോൾ ഉണ്ടാക്കേണ്ടത്.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഏകദേശം വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്ന മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്കിനി ഡെക്കറേഷനിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ മുഴുവൻ വർക്കും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. പിന്നെ അധികം പൈസ ചിലവൊന്നുമില്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ എല്ലാ മച്ചന്മാർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഇതുവരായിട്ട് എൻ്റെ SG Tech എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്തുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതുത്തും വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൽ നല്ല വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ സിബിൻ ജോസഫ് സൈനിങ് ഔട്ട്.